ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. വയനാട് മുണ്ടക്കൈ പുനരധിവാസ പദ്ധതി അടുത്ത സാമ്പത്തിക വർഷം തന്നെ പൂർത്തീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. പുനരധിവാസത്തിനായി നെടുമ്പാല എസ്റ്റേറ്റ് ഉടൻ ഏറ്റെടുക്കില്ലെന്ന് ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ. ആറ്റുകാൽ ദേവിക്ക് പൊങ്കാല അർപ്പിച്ച് ഭക്തലക്ഷങ്ങൾ. ശുചീകരണ പ്രവർത്തനങ്ങൾ നഗരസഭയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നു. വിനോദ മേഖലയിൽ ലോകം അതിവേഗം മുന്നേറുകയാണെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ദലിത് ചിന്തകനും എഴുത്തുകാരനുമായ കെ കൊച്ച് അന്തരിച്ചു. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ജയന്റ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. വയനാട് മുണ്ടക്കൈ പുനരധിവാസ പദ്ധതി 2025-26 സാമ്പത്തിക വർഷത്തിൽ തന്നെ പൂർത്തീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ദുരന്തത്തിനിരയായ അവസാന വ്യക്തിയെയും പുനരധിവസിപ്പിക്കുന്ന വിധത്തിൽ മാതൃകാപരമായി പദ്ധതി നടപ്പാക്കുമെന്നും അദ്ദേഹം വയനാട് പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പറഞ്ഞു. സർക്കാർ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടുന്ന ആരെയും ഒഴിവാക്കില്ല. മാനുഷിക പരിഗണന വെച്ച് തന്നെ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി വ്യക്തമാക്കി. സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ച മാനദണ്ഡങ്ങളിൽ ഉൾപ്പെട്ട ഒരു കുടുംബം അനാഥമാകുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അതിനെ നമുക്ക് ഉൾപ്പെടുത്തേണ്ടി വരും. സർക്കാർ വാതിൽ ഒരാളുടെ മുമ്പിൽ പൂട്ടിയടച്ചിട്ടില്ല. ജനങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള പരാതികൾ അവരുടെ പ്രയാസത്തിലുണ്ടാകുന്നതാണ്. അത് കേൾക്കാൻ ഗവൺമെന്റ് ബാധ്യസ്ഥമാണ്. കേൾക്കും, അവരോട് കാര്യങ്ങൾ വിശദീകരിക്കും, അവരെ ബോധ്യപ്പെടുത്തും. ദുരിതബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണമെന്നും റവന്യൂ മന്ത്രി ആവശ്യപ്പെട്ടു. വയനാട് ദുരന്തബാധിതരായവരുടെ പുനരധിവാസത്തിനായി ടൌൺഷിപ്പ് നിർമ്മിക്കുന്നതിന് നെടുമ്പാല എസ്റ്റേറ്റ് ഉടൻ ഏറ്റെടുക്കില്ലെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. പുനരധിവാസത്തിനായി എൽസ്റ്റൺ എസ്റ്റേറ്റാണ് പരിഗണിക്കുന്നതെന്നും സ്ഥലം തികയാതെ വന്നാൽ മാത്രമേ നെടുമ്പാല എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്ന കാര്യം പരിഗണിക്കുന്നുവെന്നും സർക്കാർ വ്യക്തമാക്കി. വീടുകൾ ആവശ്യമായവരുടെ എണ്ണം നിശ്ചയിച്ച ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനമുണ്ടാവുക. ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ ഹാരിസൺസ് മലയാളം കമ്പനി നൽകിയ അപ്പീൽ പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി. ആറ്റുകാൽ ദേവിക്ക് പൊങ്കാല അർപ്പിച്ച് ഭക്തലക്ഷങ്ങൾ. നിവേദ്യം അർപ്പിച്ച ശേഷം ഭക്തർ വീടുകളിലേക്ക് മടങ്ങി. പൊങ്കാലയ്ക്ക് ശേഷം നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങളും നടന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമായി ലക്ഷക്കണക്കിന് ഭക്തരാണ് ഇത്തവണ ആറ്റുകാൽ പൊങ്കാലയ്ക്കെത്തിയത്. രാവിലെ 9:45 ശുദ്ധപുണ്യാഹത്തോടെയാണ് പൊങ്കാല സമർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചത്. 10:15 അടുപ്പുവെട്ട് ചടങ്ങ് നടന്നു. മന്ത്രിമാരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിന് സാക്ഷികളായി. ഉച്ചയ്ക്ക് 1:15 നിവേദ്യ ചടങ്ങ് നടന്നു. ശേഷം പ്രാർത്ഥനയോടെ ഭക്തർ വീടുകളിലേക്ക് മടങ്ങി. ഭക്തർക്കായി മികച്ച സൌകര്യങ്ങളും കനത്ത സുരക്ഷയുമാണ് അധികൃതർ ഒരുക്കിയത്. വൈദ്യസഹായം, കുടിവെള്ള വിതരണം, ഭക്ഷണം എന്നിവയ്ക്കെല്ലാം വിപുലമായ ക്രമീകരണങ്ങൾ നടത്തിയിരുന്നു. ഭക്തർക്കായി 700 KSRTC ബസ്സുകളും പ്രത്യേക ട്രെയിനുകളും സർവീസ് നടത്തി. പൊങ്കാലയ്ക്ക് ശേഷം നഗരസഭയുടെ നേതൃത്വത്തിൽ 2000-ലധികം തൊഴിലാളികളും ഉദ്യോഗസ്ഥരും ചേർന്ന് ശുചീകരണം നടത്തി. നാളെ രാത്രി കാപ്പഴിപ്പ്, കുരുതി തർപ്പണം എന്നീ ചടങ്ങുകളോടെ 10 ദിവസം നീണ്ട ആറ്റുകാൽ പൊങ്കാല മഹോത്സവം സമാപിക്കും. സ്പെയ്ഡെക്സ് ദൌത്യത്തിന്റെ ഭാഗമായ ഉപഗ്രഹങ്ങളുടെ അൺഡോക്കിംഗ് പ്രക്രിയ വിജയകരമായി പൂർത്തീകരിച്ച് ISRO. ഇന്ത്യയുടെ ബഹിരാകാശ ചരിത്രത്തിലെ ഈ നിർണായക നേട്ടം കൈവരിച്ചതിൽ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ജിതേന്ദ്ര സിംഗ് ISROയെ അഭിനന്ദിച്ചു. ഭാരതീയ അന്തരിക്ഷ് സ്റ്റേഷൻ, ചന്ദ്രയാൻ 4, ഗഗൻയാൻ തുടങ്ങിയ ഭാവി ദൌത്യങ്ങൾക്ക് ഇത് പ്രയോജനം ചെയ്യും. ഡോക്കിംഗിലൂടെ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിച്ച 2 സ്പെയ്ഡെക്സ് ഉപഗ്രഹങ്ങൾ വേർപെടുത്തുന്ന പ്രക്രിയയാണ് പൂർത്തീകരിച്ചത്. വിനോദ മേഖലയിൽ ലോകം അതിവേഗം മുന്നേറുകയാണെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ്. കേന്ദ്ര സർക്കാർ മെയ് 1 മുതൽ 4 വരെ മുംബൈയിൽ സംഘടിപ്പിക്കുന്ന ലോക ദൃശ്യശ്രവ്യ വിനോദ ഉച്ചകോടി വേവ്സുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 100-ലേറെ നയതന്ത്ര പ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. വേവ്സ് ഉച്ചകോടിയെക്കുറിച്ച് അന്താരാഷ്ട്ര സമൂഹത്തിന് അറിവ് പകരുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്.
ദലിത് ചിന്തകനും എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ കെ കൊച്ച് അന്തരിച്ചു. 76 വയസ്സായിരുന്നു. ക്യാൻസർ രോഗബാധിതനായി ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാരത്തിനടക്കം അർഹനായ കെ കൊച്ചിന്റെ ആത്മകഥ ദലിതൻ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. കടുത്തുരുത്തി കമ്മ്യൂണിറ്റി ഹാളിൽ മൃതദേഹം നാളെ പൊതുദർശനത്തിന് വയ്ക്കും. കടുത്തുരുത്തിയിലെ വീട്ടിൽ നാളെ ഉച്ചതിരിഞ്ഞാണ് സംസ്കാര ചടങ്ങുകൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. മീനമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ വൈകുന്നേരം 5 മണിക്ക് തുറക്കും. നാളെ പൂജകളൊന്നും തന്നെ ഉണ്ടാവില്ല. മീനം 1 മറ്റന്നാൾ മുതൽ നട അടയ്ക്കുന്ന 19 വരെ എല്ലാ ദിവസവും വിശേഷാൽ പൂജകളടക്കം നടക്കും. 18ാം പടി ചവിട്ടിയെത്തുന്ന തീർത്ഥാടകർക്ക് മേൽപ്പാലം ഒഴിവാക്കി നേരിട്ട് ദർശനം നടത്താൻ സാധിക്കും വിധത്തിലുള്ള പുതിയ ദർശന രീതി പരീക്ഷണാടിസ്ഥാനത്തിൽ നാളെ മുതൽ നടപ്പാക്കും. ഹോളി ആഘോഷത്തിനൊരുങ്ങി നാടും നഗരവും. നിറങ്ങളുടെ ഉത്സവമായ ഹോളി നാളെ വന്നെത്തുന്നതിന്റെ ആവേശത്തിമിർപ്പിലാണ് ഡൽഹി ഉൾപ്പെടെയുള്ള നഗരങ്ങൾ. ആഘോഷത്തിന്റെ പ്രധാന ഭാഗമായ ഹോളിക ദഹൻ ചടങ്ങ് ഇന്ന് വൈകുന്നേരം നടക്കും. ഹോളിക്കായി നിലവാരം കുറഞ്ഞ ചായങ്ങൾ ഉപയോഗിക്കരുതെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. രക്താർബുദ ചികിത്സയ്ക്ക് വിധേയയായ പെൺകുട്ടി എയ്ഡ്സ് ബാധിച്ച് മരിച്ച സംഭവത്തിൽ കുട്ടിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാൻ സംസ്ഥാന സർക്കാരിന് ഉദ്ദേശമുണ്ടോയെന്ന് അറിയിക്കണമെന്ന് ഹൈക്കോടതി. ഇത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സത്യവാങ്മൂലം നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലും കുട്ടി ചികിത്സ തേടിയിരുന്നു എന്നതിനാൽ ഇവിടെയുള്ള രക്തപരിശോധനാ സംവിധാനങ്ങളെക്കുറിച്ചും വിശദമായ റിപ്പോർട്ട് നൽകണം. ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥ ആരോപിച്ച് കുട്ടിയുടെ പിതാവ് സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ നിർദ്ദേശം. ഇടുക്കി വണ്ടിപ്പെരിയാറിലിറങ്ങിയ കടുവയെ കണ്ടെത്താനുള്ള ഡ്രോൺ നിരീക്ഷണം ആരംഭിച്ചു. ഗ്രാമ്പി മേഖലയിലെ ചതുപ്പ് നിലങ്ങൾ കേന്ദ്രീകരിച്ചാണ് നിരീക്ഷണം. ആദ്യഘട്ട ഡ്രോൺ നിരീക്ഷണത്തിന് ശേഷം നേരിട്ടുള്ള പരിശോധന നടത്തും. വണ്ടിപ്പെരിയാർ ഗ്രാമ്പി എസ്റ്റേറ്റ് 6 നമ്പർ ഫാക്ടറിക്ക് സമീപം ജനവാസ മേഖലയോട് ചേർന്ന പ്രദേശത്ത് നാട്ടുകാരാണ് കടുവയെ കണ്ടെത്തിയത്. കടുവയെ പിടികൂടാൻ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. മലപ്പുറം പൊന്നാനിയിൽ 3 ബംഗ്ലാദേശ് പൌരന്മാർ പോലീസ് പിടിയിൽ. പശ്ചിമബംഗാൾ സ്വദേശികളെന്ന വ്യാജേന ആധാർ കാർഡ് ഉൾപ്പെടെ ചമച്ചാണ് കേരളത്തിലെ പല ജില്ലകളിലും ഇവർ ജോലി ചെയ്തു വന്നത്. പൊന്നാനി പോലീസും തീവ്രവാദ വിരുദ്ധ സേനയും സംയുക്തമായി നടത്തിയ റെയ്ഡിലാണ് ഇവരെ പിടികൂടിയത്. കേരളത്തിലെ വിവിധയിടങ്ങളിൽ ബംഗ്ലാദേശികൾ താമസിക്കുന്നുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം തുടരുകയാണ്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് നടക്കുന്ന എലിമിനേറ്റർ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ജയന്റ്സിനെ നേരിടും. രാത്രി 7:30 മുംബൈ ബ്രാബോൺ സ്റ്റേഡിയത്തിലാണ് മത്സരം. 10 പോയിന്റുമായി 1ാം സ്ഥാനത്തുള്ള ഡൽഹി ക്യാപിറ്റൽസ് ഇതിനകം തന്നെ ഫൈനൽ സ്ഥാനം ഉറപ്പിച്ചു. സംസ്ഥാനത്ത് കടുത്ത ചൂട് തുടരുന്നു. പാലക്കാട്, മലപ്പുറം, കൊല്ലം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് അൾട്രാ വയലറ്റ് സൂചികയിൽ ഏറ്റവും ഉയർന്ന തോത് രേഖപ്പെടുത്തി. പകൽ 10 മണി മുതൽ വൈകുന്നേരം 3 വരെ കൂടുതൽ സമയം നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും ഈ മാസം 16, 17 തീയതികളിലും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 201 പോയിന്റ് നഷ്ടത്തിൽ 73,829ലും നിഫ്റ്റി 73 പോയിന്റ് നഷ്ടത്തിൽ 22,397ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില ഉയർന്നു. ഗ്രാമിന് 55 രൂപ കൂടി 8,120 രൂപയും പവന് 440 രൂപ ഉയർന്ന് 64,960 രൂപയുമാണ് ഇന്നത്തെ വില. പ്രസാർ ഭാരതിയുടെ വാർത്താവിതരണ സേവനമായ PB ശബ്ദ് 1 വർഷം പൂർത്തിയാക്കി. PB ശബ്ദ് പോർട്ടലിൽ സൌജന്യ വരിക്കാരാകാനുള്ള സമയപരിധി 2026 മാർച്ച് വരെ നീട്ടിയിട്ടുണ്ട്. മാധ്യമ സ്ഥാപനങ്ങൾക്ക് വാർത്തകൾ ടെക്സ്റ്റ്, ഫോട്ടോ, വീഡിയോ, ഓഡിയോ ഫോർമാറ്റുകളിൽ ഇതിലൂടെ ലഭ്യമാകും. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ സംസ്ഥാനത്ത് പ്രവർത്തിച്ചുവരുന്ന 39 ടെക്നിക്കൽ ഹൈസ്കൂളുകളിൽ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള ഓൺലൈൻ പ്രവേശന നടപടികൾ നാളെ ആരംഭിക്കും. 8ാം ക്ലാസ്സിലേക്കാണ് പ്രവേശനം. വിദ്യാർത്ഥികൾക്ക് www.polyadmission.org എന്ന വെബ്സൈറ്റിലൂടെ ഏപ്രിൽ 8 വരെ അപേക്ഷ സമർപ്പിക്കാം. അഭിരുചി പരീക്ഷ ഏപ്രിൽ 10 നടക്കും. 1.5 മാസം കഴിഞ്ഞിട്ടും AC റിപ്പയർ ചെയ്ത് നൽകാത്ത സർവീസ് സെന്റർ 30,000 രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. എറണാകുളം തിരുവാങ്കുളം സ്വദേശി നൽകിയ പരാതിയിലാണ് ഇടപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിനെതിരെ നടപടി. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട് മുണ്ടക്കൈ പുനരധിവാസ പദ്ധതി അടുത്ത സാമ്പത്തിക വർഷം തന്നെ പൂർത്തീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. പുനരധിവാസത്തിനായി നെടുമ്പാല എസ്റ്റേറ്റ് ഉടൻ ഏറ്റെടുക്കില്ലെന്ന് ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ. ആറ്റുകാൽ ദേവിക്ക് പൊങ്കാലയർപ്പിച്ച് ഭക്തലക്ഷങ്ങൾ. ശുചീകരണ പ്രവർത്തനങ്ങൾ നഗരസഭയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നു. വിനോദ മേഖലയിൽ ലോകം അതിവേഗം മുന്നേറുകയാണെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ദലിത് ചിന്തകനും എഴുത്തുകാരനുമായ കെ കൊച്ച് അന്തരിച്ചു. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ജയന്റ്സിനെ നേരിടും.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.